നമസ്കാരം. നടിയെ ആക്രമിച്ചെന്ന കേസിൽ കുറ്റവിമുക്തനാക്കപ്പെട്ട ശേഷം ദിലീപ് മാധ്യമപ്പടയെ സാക്ഷിയാക്കി സംസാരിച്ചപ്പോൾ ഏവരെയും അമ്പരപ്പിച്ചുകൊണ്ട് മുൻ ഭാര്യ മഞ്ജു വാര്യരുടെ പേര് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. ഈ കേസിൽ ക്രിമിനൽ ഗൂഢാലോചനയുണ്ടെന്നും ആ ഗൂഢാലോചന അന്വേഷിക്കണമെന്നും മഞ്ജു പറഞ്ഞത് മുതലാണ് എനിക്കെതിരെ ഗൂഢാലോചന ആരംഭിച്ചത്. ഇതുവരെ ഒരു വേദിയിലും മഞ്ജു വാര്യർക്കെതിരെ ഒന്നും മിണ്ടാതിരുന്ന ദിലീപിന്റെ മാറ്റം അപ്രതീക്ഷിതമായിരുന്നു. വിവാഹമോചിതരായെങ്കിലും ദിലീപും മഞ്ജു വാര്യരും പരസ്പരം ഇതുവരെ ഒന്നും വിമർശിച്ച് പറഞ്ഞിരുന്നില്ല എന്നതുകൂടി ഓർക്കണം. ദിലീപിന്റെ കമന്റ് കേൾക്കേണ്ട താമസം മഞ്ജുവിനെതിരെ സൈബർ ആക്രമണവും ആരംഭിച്ചു. തനിക്കെതിരെയാണ് ഗൂഢാലോചന നടന്നത് എന്ന നറേറ്റീവ് വളർത്താനാണ് ദിലീപ് ഇനി ശ്രമിക്കുക. തന്നെ പ്രതിയാക്കാൻ ഗൂഢാലോചന നടന്നെന്നും എല്ലാം തുടങ്ങിയത് അമ്മയുടെ യോഗത്തിൽ മഞ്ജു വാര്യർ നടത്തിയ പ്രസംഗത്തിന് ശേഷമെന്നും ദിലീപ് പറഞ്ഞു. അന്നത്തെ പോലീസ് ഉന്നത ഉദ്യോഗസ്ഥയും ക്രിമിനൽ പോലീസും ചേർന്നാണ് ഇങ്ങനെയൊരു നടപടിയുണ്ടാക്കിയത്. അതിനായി മുഖ്യപ്രതിയെയും കൂട്ടുപ്രതികളെയും പോലീസ് കൂട്ടുപിടിച്ചു. പോലീസ് ചില മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് കള്ളക്കഥ മെനഞ്ഞു. ആ കഥ സാമൂഹ്യ മാധ്യമത്തിലൂടെ പ്രചരിപ്പിച്ചു. ഒടുവിൽ പോലീസിന്റെ കള്ളക്കഥ പൊളിഞ്ഞു. ഇതാണ് ദിലീപിന്റെ പ്രതികരണം. നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെതിരെ നടന്നത് കള്ളക്കേസ് എന്നാണ് ദിലീപിന്റെ അഭിഭാഷകൻ ബി രാമൻപിള്ളയും പ്രതികരിച്ചത്. കേസിൽ ദിലീപിനെ വേട്ടയാടുകയായിരുന്നു. ദിലീപിനെ കൊടുക്കുന്നതിൽ അന്നത്തെ സീനിയർ ഉദ്യോഗസ്ഥയ്ക്കും ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്നതായി ബി രാമൻപിള്ള മാധ്യമങ്ങളോട് പറഞ്ഞു. വിധിയുടെ പൂർണ്ണരൂപം ലഭിച്ച ശേഷം തന്റെ കക്ഷി ഇരയാക്കപ്പെട്ടതാണെങ്കിൽ നടപടി സ്വീകരിക്കുമെന്നത് ആലോചിക്കുമെന്നും രാമൻപിള്ള പറഞ്ഞു. സെഷൻസ് കോടതി കുറ്റവിമുക്തനാക്കിയതോടെ തന്നെ കുടുക്കിയ പോലീസുകാർക്കും പിന്നിൽ നിന്നും കുത്തിയവർക്കുമെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ദിലീപ്. മുൻ ADGP ബി സന്ധ്യ, ബൈജു പൗലോസ് തുടങ്ങിയ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ ദിലീപ് കോടതിയെ സമീപിക്കാനാണ് സാധ്യത. കോടതി വിധിയുടെ പകർപ്പ് കിട്ടുന്ന മുറയ്ക്ക് തീരുമാനമുണ്ടാകുമെന്ന സൂചനയാണ് അഡ്വക്കേറ്റ് രാമൻപിള്ളയും നൽകുന്നത്. മഞ്ജു വാര്യർ പറഞ്ഞിടത്താണ് തനിക്കെതിരെയുള്ള ഗൂഢാലോചന തുടങ്ങിയത് എന്ന ദിലീപിന്റെ പരസ്യ പ്രസ്താവന ഗൗരവത്തിൽ തന്നെ കാണേണ്ടതുണ്ട്. അന്വേഷണം വന്നാൽ അന്ന് മഞ്ജു വാര്യർ അത്തരമൊരു പ്രസ്താവന നടത്താൻ സാഹചര്യം എന്ത് എന്നതിൽ വ്യക്തത വരുത്തേണ്ടി വരും. ദിലീപിനെ പ്രതിയാക്കാൻ കൃത്യമായ തെളിവുകളില്ലെന്ന് ഉന്നത ഉദ്യോഗസ്ഥർക്കിടയിൽ പോലും അഭിപ്രായം ഉണ്ടായിരുന്നുവെന്നും അന്നത്തെ ADGP ബി സന്ധ്യയുടെ പ്രത്യേക താല്പര്യപ്രകാരമാണ് ദിലീപ് പ്രതിയാക്കപ്പെട്ടതെന്നുമാണ് പ്രധാന ആരോപണം. പൾസർ സുനി ജയിലിൽ നിന്ന് കത്തയച്ച ഉടനെ തന്നെ ദിലീപ് അന്നത്തെ DGP ലോക്നാഥ് ബെഹ്റയെ ഫോണിലും നേരിട്ട് വിളിച്ച് പരാതിപ്പെട്ടിരുന്നു. ചുരുങ്ങിയത് 4 തവണയെങ്കിലും ഈ വിവരം ദിലീപ് DGP അറിയിച്ചിട്ടും അത് പരിഗണിക്കാതെയാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതെന്നാണ് ആരോപണം. ദിലീപ് പൾസർ സുനിയുമായി വിലപേശുകയായിരുന്നുവെന്നാണ് പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. എന്നാൽ ദിലീപ് DGPക്ക് പരാതി നൽകിയ വാർത്ത അക്കാലത്ത് തന്നെ മനോരമ റിപ്പോർട്ടർ അനിൽ ഇമ്മാനുവൽ പുറത്തുവിട്ടിരുന്നു. DGP ആയിരുന്ന ബെഹ്റയുടെ മൊഴി പിന്നീട് അന്വേഷണ സംഘത്തിന് രേഖപ്പെടുത്തേണ്ടി വന്നു. എന്നാൽ ആ മൊഴി സീൽഡ് കവറിൽ ഹൈക്കോടതിയിൽ സമർപ്പിച്ചത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. ഈ കവർ തുറന്നാൽ കേരള പോലീസിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഫ്രെയിം അപ്പ് കഥകൾ പുറത്തു വരുമെന്നായിരുന്നു മനോരമയിലെ അനിൽ ഇമ്മാനുവൽ ഉൾപ്പെടെയുള്ള മുതിർന്ന മാധ്യമ പ്രവർത്തകർ നേരത്തെ സൂചിപ്പിച്ചത്. കുറ്റാരോപിതനാകുന്നതിന് തൊട്ടു മുൻപ് വരെ ദിലീപ് അക്ഷരാർത്ഥത്തിൽ മലയാള സിനിമയെ അടക്കി വാഴുകയായിരുന്നു. സ്വപ്ന സമാനമായ ഉയരത്തിൽ നിന്നാണ് ദിലീപ് താഴേക്ക് പതിച്ചത്. സീനിയോറിറ്റിയിൽ മലയാള സിനിമയിലെ 5 സൂപ്പർ താരങ്ങളിൽ 5-ാമനായിരുന്നെങ്കിലും സിനിമയ്ക്കുള്ളിലെ സ്വാധീനത്തിൽ മമ്മൂട്ടിക്കും മോഹൻലാലിനും തൊട്ടു താഴെയോ ഒരു വേള അതിനും മുകളിലോ ആയിരുന്നു ദിലീപ്. സൂപ്പർ താര ചിത്രങ്ങളെല്ലാം തിയേറ്ററിൽ പരാജയപ്പെടുമ്പോഴും തന്റെ സിനിമകളിലൂടെ തിയേറ്ററുകളിൽ ആളെ നിറച്ചിരുന്നു ദിലീപ്. കേസിൽ കുടുങ്ങിയതിൽ പിന്നെ ദിലീപ് ചിത്രങ്ങളിൽ രാമലീല ഒഴികെ ഒന്നുപോലും തിയേറ്ററിൽ കാര്യമായ ചലനമുണ്ടാക്കിയില്ല. കേസിൽ കുറ്റവിമുക്തനാക്കപ്പെട്ടതോടെ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാമെന്ന പ്രതീക്ഷയിലാണ് ദിലീപ്. റിലീസിനൊരുങ്ങുന്ന ഭബ്ബബ എന്ന സിനിമ ദിലീപിന്റെ തിരിച്ചുവരവായി ഇതിനോടകം ആരാധകരെല്ലാം വിധി എഴുതി കഴിഞ്ഞു.